മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു കമ്പനി ഡയറക്ടർ ചോദിച്ച ചോദ്യമാണ്. എൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെയും അതുപോലെ എൻ്റെ മുകളിലുള്ളവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്തയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സെയിൽസ്മാൻ, അയാൾക്ക് സെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രം പോരാ, വാങ്ങിക്കുന്ന ആളുടെ വാങ്ങാൻ വരുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമ്മൾ മാറി അവരെ നമ്മളുടെ സപ്പോർട്ടേഴ്സാക്കി മാറ്റിയെടുത്ത് നമ്മൾ സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. ഹിറ്റ്ലർക്കും സ്റ്റാലിനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒന്നുമല്ല ഇപ്പോൾ. മറ്റുള്ളവരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാതെ ഒരു കുടുംബമായാലും കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. അവരെ അംഗീകരിക്കണം. അവരെക്കുറിച്ച് നല്ലതായിട്ട് നമ്മൾ ചിന്തിക്കാൻ കൂടെ പഠിക്കണം. എല്ലാവരും മോശക്കാരാണെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരാളെ നമ്മുടെ കമ്മിറ്റിയിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കൊടുക്കണം. ഒരവസ്ഥ വന്നിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം ചിലർ പറയും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ചിലർ പറയും അവർ നല്ലവരാണ്, അവർക്ക് കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. പിന്നെ ആളുകൾ പറയും അവർ നിയമമൊക്കെ സ്ട്രിക്റ്റ് ആക്കുന്നവരാണ്, പക്ഷെ അങ്ങനെ വലിയൊരു സ്ട്രിക്റ്റ്നെസ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളെപ്പറ്റിയും ഇത് തന്നെയാണ്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ആളുകൾ ഇത് തന്നെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 100% പെർഫെക്റ്റ് എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. ഒരു ഓഫീസ് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഈ മുകളിലിരിക്കുന്ന ആൾ, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ആൾ അപ്രോച്ചബിൾ ആയിരിക്കണം. അവരുടെ അടുക്ക് ആളുകൾ വന്ന് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് തോന്നണം. അതുകൊണ്ടാണ് നമ്മളോട് അവിടുന്നും ഇവിടുന്നും ഒക്കെയുള്ള ആളുകൾ ഓരോരുത്തരെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മളെന്താ വേണ്ട, ഇതെല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കണം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിവില്ലെന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം, പറയട്ടെ. ഈസി ഗോയിങ് ആണെന്ന് പറയട്ടെ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു 70-80% തൃപ്തിപ്പെടുത്തി കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലവും കൊണ്ടു നടക്കാൻ, വീടായാലും സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം എന്നൊക്കെ കാണിക്കട്ടെ. അതിനൊന്നും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, എല്ലാം കേൾക്കുക. ശരി, നമുക്ക് ആലോചിക്കാം, നമുക്ക് ചെയ്യാം. ചിലരെ എമ്പതറ്റിക്കായിട്ട് നോക്കണമെന്നൊക്കെ പറയും. അതൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഒരു പിയൂൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ നടക്കില്ല. പക്ഷേ സിമ്പതിറ്റിക്കലായിട്ട്, സിമ്പതിയോടുകൂടി നമുക്ക് പെരുമാറാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അങ്ങനെ പെരുമാറിയാലേ കാര്യം നടക്കുകയുള്ളൂ, അല്ലേ? എനിക്കെല്ലാം അറിയാം, മറ്റുള്ളവർക്കൊന്നും അറിയാൻ വയ്യാന്ന് ചിലർ ഇങ്ങനെ കാണിക്കും. നമുക്കാണ് പരമാധികാരം എന്നൊക്കെ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ഇത് പലരുടെയും ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും കപ്പാസിറ്റി എന്ന് പറയുന്നതും എഫിഷ്യൻസി എന്ന് പറയുന്നതുമൊക്കെ ഇഫക്റ്റീവാക്കി എടുക്കണമെങ്കിൽ നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്വഭാവം, ഓരോരുത്തരുടെ വളരുന്ന രീതി അനുസരിച്ചും അവരുടെ കുടുംബത്തിൻ്റെയും അവർ വളർന്ന ചുറ്റുപാടും ഒക്കെ കൂടെ ബന്ധപ്പെട്ടായിരിക്കുമെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പണം കൊടുത്ത് ഫ്രണ്ട്ഷിപ്പൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അഥവാ നമ്മൾ വാങ്ങിച്ചാൽ തന്നെ അതിന് നിലനിൽപ്പുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വന്നു കാണും. അവരെ ഒന്ന് ഫോൺ ചെയ്ത് അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് സോറി പറയുകയൊക്കെ ചെയ്യാം. ഇതല്ലാതെ ഇവരെയൊക്കെ ഒരു കൂട്ടത്തിലേക്ക് വിളിച്ചിട്ട് അവരത് ചെയ്തു എന്നുള്ള ഇൻസൾട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വീട്ടിലായാലും ശരി, ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നവർ എൻ്റെ അടുക്കലുണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ട് ടീച്ചേഴ്സ് ചെയ്യുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും ഇൻസൾട്ട് ചെയ്യരുത്. അഥവാ പറയണമെന്നുണ്ടെങ്കിൽ അവരെ വ്യക്തമായി വിളിച്ച് നമ്മൾ പറയണം. ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കേൾക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കാരണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലാണ്. താഴെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു കമ്മിറ്റിയിലാണെങ്കിൽ കമ്മിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർ കുറച്ച് ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. കമ്മിറ്റിക്കാർക്ക് എന്തും പറയാം, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നമ്മളെ ബഹുമാനിക്കണേ, നമ്മളോടൊരു സ്നേഹമായിട്ട് പെരുമാറണമെങ്കിൽ ആദ്യം നമ്മളവരെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ ഇരട്ടത്താപ്പ് നയം നമ്മൾ ഒഴിവാക്കണം.
എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് എല്ലാവരും പറയുന്നതിനനുസരിച്ച് തുള്ളണം എന്നൊന്നുമില്ല. ഇരട്ടത്താപ്പ് നയം ഒരു പൊസിഷനിലിരിക്കുന്നവർക്കും യോജിച്ച കാര്യമില്ല. അത് സംഘടനയിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കഴിവില്ലായ്മ മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. ഏതായാലും കോൺവെർസേഷൻ ജനറോസിറ്റി എന്ന് പറയുന്നത് വിൻസ് ഫ്രണ്ട്സ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൻ്റെ വേറൊരു ഭാഗം വേറൊരു സമയത്ത് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.